അല്ല ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും നല്ലൊരു വീടാണ്, വളരെ നല്ലൊരു വീട്. അത് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോട്ട്. അവരുടെ ഒന്നും ഉത്തരവാദിത്വം പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്ന നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നോ അത് നമ്മുടെ ഉള്ള കാര്യമാണ്. കൊല്ലം സുധയുടെ 2 മക്കളുടെയും പേരിലാണ് വീട് വെച്ചു കൊടുത്തിരിക്കുന്നത്. പലപ്പോഴും പല വിവാദങ്ങൾ ഉണ്ടായപ്പോഴൊന്നും മൂത്ത മകനായ കിച്ചു ഇതിനൊന്നും മുഖം കൊടുത്തിട്ടില്ല. മൗനം വെടിഞ്ഞ് തന്റെ വ്യക്തമായ മറുപടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് തുറന്നു കാണിച്ചുകൊണ്ടാണ് കിച്ചു എത്തിയിരിക്കുന്നത്. ഈ സുധിച്ചേട്ടന്റെ മരണത്തെ തുടർന്ന് KHDC വെച്ച് നൽകിയ ഒരു വീട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങി ആ വീടിനെ ചൊല്ലിയുള്ള വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും. ആ വീട്ടിൽ അങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം, ഇതാണ് ഇത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതമാണ് പലപ്പോഴും രേണു രംഗത്തെത്തിയിട്ടുള്ളത്. അതിനെല്ലാം അപ്പുറം സ്ഥലം തന്ന അച്ഛനെതിരെയും വീട് വെച്ചു കൊടുത്ത ഫിറോസിനെതിരെയും രേണു എത്തിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തുടക്കകാലത്തിലൊന്നും രേണു ഒന്നും പ്രതികരിച്ചിട്ടില്ല. എല്ലാം കേട്ട് മിണ്ടാതെ സഹിച്ചു നിൽക്കുന്ന നന്മ നിറഞ്ഞ രേണു ആയിരുന്നു. ഇപ്പോൾ കുറച്ച് പൈസ എല്ലാം വന്ന ശേഷം രേണു അപ്പാടി അങ്ങോട്ട് മാറി. ഒട്ടേനും പിടിച്ചതിനും എല്ലാത്തിനും പ്രതികരണവുമായിട്ട് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം കിച്ചു ഇപ്പോൾ തൻ്റെ നിലപാടുകളെല്ലാം മാറ്റി. അതായത് മുമ്പ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല കാര്യങ്ങളും തൻ്റെ നേർക്ക് വരുന്ന പല ചോദ്യങ്ങൾക്കും മൗനം പാലിക്കുകയും സോഷ്യൽ മീഡിയയിൽ മുഖം കൊടുക്കാതെയും മാറി നിന്ന കിച്ചു ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിട്ടുണ്ടെങ്കിൽ രേണുവിൻ്റെ ഈ മാറ്റം തന്നെയാണ് കിച്ചുവിനെ ഇപ്പോൾ പ്രതികരിക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയത്. ഒരുപക്ഷെ അത് ഇനിയെങ്കിലും താൻ പ്രതികരിച്ചില്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെ പേരിന് അത് ചീത്തപ്പേര് വരും. രേണു അത്യാവശ്യം നല്ല രീതിയിൽ അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയെങ്കിലും പ്രതികരിച്ചേ മതിയാവുന്നു കിച്ചുവിന് തോന്നിയത് കൊണ്ടായിരിക്കാം എന്തോ കിച്ചു പ്രതികരിക്കുന്നുണ്ട്. തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇരുന്നുകൊണ്ടുള്ള ആ ഒരു സംഭാഷണത്തിനിടയിലാണ് കിച്ചു ഇത് പ്രേക്ഷകരോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ക്ലിപ്പ് നമുക്കത് കേട്ടു നോക്കാം. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും അല്ല ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ടും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലാണ്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. നല്ലൊരു വീടാണ്, വളരെ നല്ലൊരു വീട്. ഞാൻ ഇതോട്ട് അതിന് കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോട്ട്. അവരുടെ ഒന്നും ഉത്തരവാദിത്വം പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്ന. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നോ അത് നമ്മുടെ ഉള്ള കാര്യമാണ്. പിന്നെ വീടും സ്ഥലവും നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്ത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അടുത്താണല്ലോ ഇപ്പം ഇവിടെയാണ്. കിച്ചു വളരെ വ്യക്തമായിട്ട് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്കും തൻ്റെ അനിയനും, അതായത് സുധിച്ചേട്ടൻ്റെ മക്കൾക്കാണ് ആ ഒരു വീട് വെച്ച് നൽകിയിരിക്കുന്നത്, അല്ലാണ്ട് രേണുസുധിയുടെ പേരിലേക്കൊന്നും അല്ല. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു വീട് വെച്ച് തരാൻ തോന്നിയ ആ നല്ല മനസ്സുകൾക്ക് കിച്ചു ഇപ്പോഴും നന്ദി ആ മനസ്സിലുണ്ട്. കിച്ചുവിൻ്റെ വാക്കുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. രേണുസുധിയുടെ അച്ഛനല്ല കിച്ചുവിൻ്റെ അച്ഛൻ, അതായിരിക്കാം. അതിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. നമുക്കൊരാൾ ഒരു വീട് വെച്ച് തന്നു, അവരുടെ ഉത്തരവാദിത്വം പോലും അല്ല, അവരുടെ ഔദാര്യമായിട്ട് കാണണ്ട, അവരുടെ നല്ല മനസ്സ്. ആ നല്ല മനസ്സിന് ആ പിള്ളേർക്ക് ആ ഒരു വീട് വെച്ച് കൊടുത്തു. ആ വീട് എങ്ങനെ നോക്കണം എന്നുള്ളതും അത് എത്രത്തോളം വൃത്തിയിൽ നോക്കണം എന്നുള്ളതും അവിടെ താമസിക്കുന്നവരുടെ മേന്മ പോലെ ഇരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ കൈകാര്യം ചെയ്യലാണ് ആ വീട് അത്തരത്തിൽ മോശമായിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ വീട് കണ്ടിട്ടുള്ള കിച്ചുവിൻ്റെ സുഹൃത്തുക്കളാണ് പറയുന്നത് നല്ലൊരു വീട്. ആ വീട് അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നത് ആരാ? അപ്പം എനിക്ക് തോന്നുന്നു രേണുസുധിയുടെ വീട്ടുകാർ, രേണുസുധിയുടെ അമ്മയും അച്ഛനും ഇളയ മകനൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർ വൃത്തിയിൽ സൂക്ഷിച്ചാൽ ആ വീട് വൃത്തിയായിട്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ കിച്ചു പറയാതെ പറയുന്നത്. അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ മേന്മ പോലെ ഇരിക്കും അവിടെയുള്ള ആ വീട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. ആ സ്ഥലവും വീടും വെച്ച് തന്നവരെ കുറ്റം പറയുകയല്ല വേണ്ടത്. ഇത് മനസ്സിലാക്കാനുള്ള ഔചിത്യബോധം ഇത് കിച്ചുവിന് മനസ്സിലായി, പക്ഷേ രേണുസുധിക്ക് മനസ്സിലാവുന്നില്ല. രേണുസുധി എൻ്റെ അച്ഛോ അവിടെ വല്ലയിടത്തും ഇരിക്കി,
എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ രേണു വേറെ മൂന്നാമത് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും താമസിക്കില്ല എന്നുള്ള കാര്യമൊക്കെയാണ് രേണു ഹൈലൈറ്റ് ചെയ്യുന്നത്. രേണുവിന് തന്ന വീടല്ലല്ലോ രേണു അവിടെ താമസിക്കാൻ, രേണുവിൻ്റെ പിള്ളേർക്ക് കൊടുത്ത വീടാണ്. ആ പിള്ളേർ ആ വീടിൻ്റെ സ്വർഗം പോലെയാണ് കാണുന്നത്. തൻ്റെ അച്ഛൻ്റെ പേര് തനിക്ക് കിട്ടിയ വീട്, അത് അവർ സ്വർഗം പോലെയാണ് ആ വീട് കാണുന്നത്. ഇതിൽ കിച്ചു പറയുന്നുണ്ട് ഫിറോസ് ഖാൻ കിച്ചുവിന് മെസ്സേജ് അയക്കാറുണ്ടെന്നും അവർ തമ്മിൽ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തനിക്ക് ആ ഒരു വീട് തന്നതിന് നന്ദി മാത്രമേ ഫിറോസ് ഖാൻ ഉള്ളൂ എന്നും. ഇതുവരെയും താൻ ആ വീടിനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും ആ വീടിനെ കുറ്റം പറയുകയില്ല. ആ വീട് തരാൻ തോന്നിയത് അവരുടെ നല്ല മനസ്സ്. ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരങ്ങനെ ഒരു വീട് വെച്ച് തരാൻ തോന്നിയത് അവരുടെ നല്ല മനസ്സ്. ഒരു വീടില്ലാത്ത സമയത്ത്, ഒന്നുമില്ലാത്ത സമയത്ത് അവർ തന്ന വീടാണ്. ആ വീടിനെ വേണ്ട രീതിയിൽ നോക്കാത്തത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റാണെന്ന് അമ്മ ഈ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കിച്ചു എന്ന സുധിയുടെ മകൻ എത്തിയിരിക്കുന്നത്. ഇതിൽ കിച്ചു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് കൊല്ലാണ്, അതുകൊണ്ട് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നു, എൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കൊല്ലത്താണ്, അതുകൊണ്ട് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നു എന്നുള്ളത്. സുധിച്ചേട്ടൻ കൊല്ലംകാരനാണല്ലോ, അവിടെ നിന്ന് രേണുവാണ് മാറ്റിയത്, രേണുവാണ് പിന്നെ അപ്പോൾ അവിടെയാണ് വീട് വെച്ച് കൊടുത്തതും കാര്യങ്ങളൊക്കെ, മതം മാറ്റം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വീട് അവിടെയാണ്. പക്ഷേ കിച്ചു എന്ന് പറയുന്ന വ്യക്തി സുധിച്ചേട്ടൻ്റെ മകനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. രേണു ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുവരെയും കിച്ചു എന്ന് പറയുന്ന വ്യക്തി വാ തുറക്കാത്തതുകൊണ്ടും പ്രതികരിക്കാത്തത് കൊണ്ടും മാത്രമാണ് രേണു പിടിച്ചു നിന്നത്. കിച്ചു വാ തുറന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു രേണുവിൻ്റെ ഈ നെഗളിക്കലൊന്നും ഇനി മുന്നോട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. മുമ്പ് രേണു ഒന്നിനും പ്രതികരിച്ചിരുന്നില്ല, എല്ലാം മൗനമായിട്ട് പറഞ്ഞോട്ടെ അതിൻ്റെ ഇടയിൽ കൂടി ഫെയിം ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ കുറച്ച് 10 പൈസ കൈ കിട്ടാൻ തുടങ്ങിയപ്പോൾ രേണുവിൻ്റെ സ്വഭാവം മൊത്തം മാറി. തൊട്ടേനും തൊടാത്തേനും എല്ലാത്തിനും പിടിച്ച് പ്രതികരണമായി എത്തിയിട്ടുണ്ട്. അത് തന്നവർക്കും ഒന്നുമില്ലാത്ത സമയത്ത് രേണുവിന് എന്തെങ്കിലുമൊക്കെ തന്ന സഹായിച്ചവർക്കെതിരെയുമാണ് രേണു ഇപ്പോൾ വിരൽ ചൂണ്ടിക്കൊണ്ട് എത്തിയിരിക്കുന്നത്. ആ വിരൽ ഒടിക്കാനായിട്ട് മകൻ ഇപ്പോൾ നാവ് തുറന്നു തുടങ്ങിയിട്ടുണ്ട്, തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി തുടങ്ങിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞു തുടങ്ങി. നന്ദികേട് കാണിക്കുന്നത് അത് ആരാണെങ്കിലും, അത് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആരായിക്കോട്ടെ, കിച്ചു എന്ന് പറയുന്ന സുധിച്ചേട്ടൻ്റെ മകന് കിട്ടിക്കഴിഞ്ഞു. ആളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു, അമ്മ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാതെയെങ്കിലും പറഞ്ഞു. അവിടെ താമസിക്കുന്നവരുടെ മേന്മയാണ് ആ വീട് നശിക്കാനുള്ള കാരണം. അതിലെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് എങ്ങനെ നോക്കണം എന്നുള്ളത്, സുരക്ഷിതമായിട്ട് നോക്കണം എന്നുള്ളത് നമ്മുടെ അവിടെ താമസിക്കുന്നവരുടെ കടമയാണ്. ഇല്ലാത്ത കാലത്ത് തന്നവരെയും സഹായിച്ചവരുടെ നേരെ വിരൽ ചൂണ്ടാതെ അടങ്ങി ഒതുങ്ങി നിൽക്ക് എന്ന് രേണുവിനോട് മുഖത്ത് നോക്കി പറയാൻ ഒരുപക്ഷെ രേണുവിൻ്റെ മകനായ അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ മകനായ കിച്ചുവിന് ബുദ്ധിമുട്ടുണ്ടാവും. ഈ പ്രതികരണത്തിൽ നിന്നെങ്കിലും രേണു അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. രേണു അടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പല സത്യങ്ങളും ഇനി പുറത്തു വരും. നാണം കെട്ട് പോകുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത്. അതിന് മുമ്പ് രേണുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, കിച്ചു എന്ന് നാവ് തുറക്കുന്നു അന്ന് തീരും രേണുവിൻ്റെ ഈ നെഗളിക്കലെന്ന്. അതിപ്പോൾ സത്യമായി. രേണു ഇനി ഒതുങ്ങിയില്ലെങ്കിൽ പല സത്യങ്ങളും കിച്ചു നാവെടുത്ത് പുറത്തു പറഞ്ഞാൽ രേണു ഇപ്പോൾ ഇത്ര നാൾ ഉണ്ടാക്കി കൂട്ടിയ ഗോപുരങ്ങളുണ്ടല്ലോ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീഴാൻ അധിക സമയമൊന്നും വേണ്ട. അത്തരത്തിലുള്ള കാട്ടായങ്ങളൊക്കെയാണല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സ്ക്രീനിലുള്ള കാര്യം വിട്ടേക്ക്, ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യം തന്നെയാണ്. കിച്ചുവിൻ്റെ വെളിപ്പെടുത്തൽ ഒരുപക്ഷെ സഹായം തന്നവർക്കുള്ള ഒരുപാട് ആശ്വാസമായിട്ടുണ്ടാവുമായിരിക്കും. രേണുവിൻ്റെ അഭിപ്രായത്തോടും രേണു കാട്ടിക്കൂട്ടുന്ന ഓരോ തോന്നിവാസങ്ങൾക്കും ഇപ്പോൾ ഇതാ തൻ്റെ അച്ഛൻ്റെ പേര് ചീത്താവാതിരിക്കാൻ സുധിച്ചേട്ടൻ്റെ മകൻ കിച്ചു നാവ് തുറന്നു തുടങ്ങി. അങ്ങനെ രേണുവിൻ്റെ മുഖംമൂടികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു വീണ് തുടങ്ങി. ഇതിനെതിരെ വാ തുറക്കാൻ രേണുവിന് കഴിയില്ല അല്ലേ?